ഏവർക്കും നമസ്കാരം. അഡ്ഹോക്ക് ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള PSCയുടെ 65ാം വാർഷികത്തോടനുബന്ധിച്ച് PSC ബുള്ളറ്റിന്റെ വിശേഷാൽ പതിപ്പ് 2024 ഇറക്കിയിട്ടുള്ളത് നിങ്ങൾക്കറിയാമല്ലോ. GK, കറന്റ് അഫയർ ഉൾപ്പെടെ 25,000 പരിഷ്കരിച്ച ചോദ്യങ്ങളാണ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കൂടാതെ 400 സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസും 35 വർഷത്തെ PSC പരീക്ഷയിൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് ആ പുസ്തകം മുഴുവനായും പഠിച്ചെടുക്കാം. അതിന്റെ ആദ്യ ഭാഗത്തേക്ക് സ്വാഗതം. എന്റെ പേര് സ്നേഹ. ഇതിൽ ആദ്യം കൊടുത്തിട്ടുള്ളത് കേരളം ഭൂമിശാസ്ത്രത്തെ കുറിച്ചാണ്. ഇതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെയുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ഇന്ത്യയുടെ ആകെ വിസ്തീർണത്തിന്റെ 1.18% കേരളം. ഇന്ത്യയുടെ ആകെ വിസ്തീർണത്തിന്റെ 1.18% മാത്രമാണ് നമ്മുടെ കേരളം. കേരളത്തിന്റെ വിസ്തീർണോ 38,863 ചതുരശ്ര കിലോമീറ്റർ. കേരളത്തിന്റെ വിസ്തീർണം എത്രയെന്ന് ചോദിക്കുകയാണെങ്കിൽ 38,863 ചതുരശ്ര കിലോമീറ്റർ. കേരളത്തിന്റെ വിസ്തീർണം എത്ര ചതുരശ്ര മൈലാണെന്ന് ചോദിച്ചാൽ 15,005. മുൻപ് പറഞ്ഞു കേരളത്തിന്റെ വിസ്തീർണം ചതുരശ്ര കിലോമീറ്ററിൽ എത്രയാണ്? 38,863. എന്നാൽ വിസ്തീർണം ചതുരശ്ര മൈലിലാണെങ്കിൽ 15,005. രണ്ടും മനസ്സിലാക്കണം. മുൻപ് ചോദിച്ചതിൽ ചതുരശ്ര കിലോമീറ്റർ ആണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിൽ ചതുരശ്ര മൈലാണ്. കേരളം ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് പരസ്യവാക്യത്തിന്റെ ഉപജ്ഞാതാവാണ് വാൾട്ടർ മെൻഡസ്. വാൾട്ടർ മെൻഡസ് ആണ് കേരളം ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന പരസ്യവാക്യത്തിന്റെ ഉപജ്ഞാതാവ്. കേരളത്തിൽ ഏത് ഭൂപ്രദേശത്തിലാണ് ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ളത് എന്ന് ചോദിക്കുകയാണെങ്കിൽ തീരപ്രദേശം എന്നാണ് ഉത്തരം കൊടുക്കേണ്ടത് അല്ലെ. കേരളത്തിൽ തീരപ്രദേശത്താണ് ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ളത്. തമിഴ്നാടിനെ ജലസമൃദ്ധമാക്കുന്ന ഇടുക്കി ജില്ലയിലെ അണക്കെട്ടാണ് മുല്ലപ്പെരിയാർ. കേരളത്തിന്റെ തെക്ക് വടക്ക് അക്ഷാംശങ്ങൾ തമ്മിലുള്ള വ്യത്യാസമാണ് 4.5 ഡിഗ്രി. 4.5 ഡിഗ്രിയാണ് കേരളത്തിന്റെ തെക്ക് വടക്ക് അക്ഷാംശങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. അടുത്തത് കേരളത്തിന്റെ രേഖാംശീയ വ്യാപ്തി എന്ന് പറയുന്നത് 2.5 ഡിഗ്രിയാണ്. കേരളത്തിന്റെ രേഖാംശീയ വ്യാപ്തി എന്ന് പറയുന്നത് 2.5 ഡിഗ്രി. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂമേഖലയാണ് മലനാട്. മലനാടാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഭൂമേഖല. അത് എത്ര പെർസെന്റേജാ വരുന്നത്? 48%. മലനാട് കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയ ഭൂവിഭാഗമാണ് ഇടനാട്. മലനാടിന് ശേഷം കേരളത്തിലെ ഏറ്റവും വലിയ ഭൂവിഭാഗമാണ് ഇടനാട്. അടുത്തത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലായി അധിവസിക്കുന്ന ആദിവാസി വിഭാഗമാണ് ഉള്ളാടൻ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലായി അധിവസിക്കുന്ന ആദിവാസി വിഭാഗമാണ് ഉള്ളാടൻ. കേരളത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന പക്ഷിയോ? കാക്ക. കാക്കയാണ് നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന പക്ഷി. കേരളത്തിൽ മധ്യതടം ഏറ്റവും കുറവുള്ള ജില്ലയാണ് ഇടുക്കി. ഇടുക്കി ജില്ലയിലാണ് മധ്യതടം ഏറ്റവും കുറവുള്ളത്. ഇടനാട്ടിൽ പ്രധാനമായും കാണപ്പെടുന്ന മണ്ണിനമാണ് ലാറ്ററൈറ്റ്. ലാറ്ററൈറ്റ് മണ്ണാണ് ഇടനാട്ടിൽ പ്രധാനമായും കാണപ്പെടുന്നത്. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ വിസ്തീർണത്തിൽ കേരളത്തിന്റെ സ്ഥാനം എന്ന് പറയുന്നത് 21. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ വിസ്തീർണത്തിൽ കേരളത്തിന്റെ സ്ഥാനം 21. കേരളത്തിലെ ഏറ്റവും പുരാതന നിവാസികൾ ഏത് വർഗത്തിലുള്ള? നെഗ്രിറ്റോ വർഗം. കേരളത്തിലെ ഏറ്റവും പുരാതന നിവാസികൾ ഏതു വർഗത്തിൽ പെടുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ നെഗ്രിറ്റോ വർഗം. കേരളത്തിലെ ഏറ്റവും പുരാതന നിവാസികൾ ഏതു വർഗത്തിൽ പെടുന്നു? നെഗ്രിറ്റോ വർഗം. കേരളത്തിലെ 3 ഭൂവിഭാഗങ്ങളാണ് നിങ്ങൾക്ക് എല്ലാം അറിയാം അല്ലെ. മലനാട്, ഇടനാട്, തീരപ്രദേശം. കേരളത്തിലെ 3 ഭൂവിഭാഗങ്ങളാണ് മലനാട്, ഇടനാട്, തീരപ്രദേശം. കേരളത്തിന്റെ എത്ര ശതമാനം ഇടനാട് വരുന്നത്? 42%. കേരളത്തിന്റെ എത്ര ശതമാനമാണ് ഇടനാട് എന്നൊരു ചോദ്യം വരികയാണെങ്കിൽ 42% നമ്മുടെ കേരളത്തിൽ ഇടനാട് ഉള്ളത്. കേരളത്തിന്റെ എത്ര ശതമാനമാണ് അപ്പൊ തീരപ്രദേശം? 10%. കേരളത്തിന്റെ 10% മാത്രമാണ് തീരപ്രദേശം. മലനാട് നമ്മൾ മുമ്പ് പഠിച്ചു അല്ലെ. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂമേഖല എന്ന് പറഞ്ഞപ്പോ നമ്മൾ മലനാട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനൊപ്പം തന്നെ നമ്മൾ ശതമാനവും പഠിച്ചു, 48%. അപ്പോ മലനാട് 48%, ഇടനാട് 42%, തീരപ്രദേശം 10%.
അല്ലെ? തീരപ്രദേശത്തെ പ്രധാന കൃഷിയാണ് നെല്ല്. തീരപ്രദേശത്തെ പ്രധാന കൃഷിയാണ് നെല്ല്. കേരളത്തിലെ മലനാടിന്റെ ശരാശരി ഉയരം എത്ര മീറ്റർ ആണെന്ന് ചോദിക്കുകയാണെങ്കിൽ 900 മീറ്റർ ആണ് വരുന്നത്. കേരളത്തിലെ മലനാടിന്റെ ശരാശരി ഉയരം എന്ന് പറയുന്നത് 900 മീറ്റർ ആണ്. ഇടനാടിന്റെ ആകെ വിസ്തീർണം എത്ര ചതുരശ്ര കിലോമീറ്ററാ? 16,230. ഇടനാടിന്റെ ആകെ വിസ്തീർണം എന്ന് പറയുന്നത് 16,230 ചതുരശ്ര കിലോമീറ്റർ ആണ്. സമുദ്രനിരപ്പിൽ നിന്ന് എത്ര ഉയരം മുതലുള്ള പ്രദേശങ്ങളാണ് മലനാട് എന്നറിയപ്പെടുന്നത്? 250 അടി. സമുദ്രനിരപ്പിൽ നിന്ന് 250 അടി ഉയരം മുതലുള്ള പ്രദേശങ്ങളാണ് മലനാട് എന്ന് അറിയപ്പെടുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് എത്ര അടി വരെ ഉയരമുള്ള പ്രദേശങ്ങളെയാണ് തീരപ്രദേശത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്? 25. സമുദ്രനിരപ്പിൽ നിന്ന് 25 അടി വരെ ഉയരമുള്ള പ്രദേശങ്ങളെയാണ് തീരപ്രദേശത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഗുഹകളിൽ താമസിക്കുന്ന കേരളത്തിലെ ഏക ആദിവാസി വർഗമാണ് ചോലനായ്ക്കന്മാർ. ഗുഹകളിൽ താമസിക്കുന്ന കേരളത്തിലെ ഏക ആദിവാസി വർഗം ചോലനായ്ക്കന്മാർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള ഭൂഭാഗമോ? മലനാട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള ഭൂഭാഗമാണ് മലനാട്. തേയില, ഏലം, കുരുമുളക് എന്നിവയുടെ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ ഭൂവിഭാഗമാണ് മലനാട്. തേയില, ഏലം, കുരുമുളക് എന്നിവയുടെ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ ഭൂവിഭാഗമാണ് മലനാട്. കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ള വിളവൈവിധ്യമുള്ള ഭൂവിഭാഗമോ? ഇടനാട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിളവൈവിധ്യമുള്ള ഭൂവിഭാഗമാണ് ഇടനാട്. മലയോരങ്ങളിൽ കുറ്റിക്കാടുകൾ വെട്ടിത്തെളിച്ച് ചെയ്തിരുന്ന കേരളത്തിലെ പരമ്പരാഗത കൃഷിരീതിയാണ് പൂനം കൃഷി. മലയോരങ്ങളിലെ കുറ്റിക്കാടുകൾ വെട്ടിത്തെളിച്ച് ചെയ്തിരുന്ന കേരളത്തിലെ പരമ്പരാഗത കൃഷിരീതിയാണ് പൂനം കൃഷി. കേരളത്തിലെ ഏറ്റവും വലിയ ആദിവാസി വിഭാഗമോ? പണിയർ. കേരളത്തിലെ ഏറ്റവും വലിയ ആദിവാസി വിഭാഗമാണ് പണിയർ. കേരളത്തിലെ ശിരുവാണി അണക്കെട്ടിലെ ജലം തമിഴ്നാട്ടിലെ ഏത് നഗരത്തിലെ ആവശ്യത്തിനാണ് ഉപയോഗിക്കുന്നത്? കോയമ്പത്തൂർ. കേരളത്തിലെ ശിരുവാണി അണക്കെട്ടിലെ ജലം കോയമ്പത്തൂർ എന്ന നഗരത്തിലെ ആവശ്യത്തിനാണ് ഉപയോഗിക്കുന്നത്. കേരളത്തിൽ ഉരുൾപൊട്ടലുകൾ ഏറ്റവും വ്യാപകമായി അനുഭവപ്പെടുന്നത് മലനാട് എന്ന ഭൂപ്രകൃതിയിലാണ്. കേരളത്തിൽ ഉരുൾപൊട്ടലുകൾ ഏറ്റവും വ്യാപകമായി അനുഭവപ്പെടുന്നത് മലനാട് എന്ന ഭൂപ്രകൃതിയിലാണ്. കേരളത്തിൽ 7 തരത്തിലുള്ള മണ്ണിനങ്ങളാണ് കണ്ടെത്തിയിട്ടുള്ളത്. കേരളത്തിൽ 7 തരത്തിലുള്ള മണ്ണിനങ്ങൾ. കേരളത്തിൽ എത്ര തരത്തിലുള്ള മണ്ണിനങ്ങളാണ്? 7 തരത്തിലുള്ള മണ്ണിനങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത്. കേരളത്തിന്റെ പടിഞ്ഞാറു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കടലാണ് അറബിക്കടൽ. കേരളത്തിന്റെ പടിഞ്ഞാറു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കടലാണ് അറബിക്കടൽ. മലബാറിലെ ആരവല്ലി എന്ന് വിശേഷിപ്പിക്കപ്പെട്ട മലനിരയാണ് പുരളിമല. മലബാറിലെ ആരവല്ലി എന്ന് വിശേഷിപ്പിക്കപ്പെട്ട മലനിരയാണ് പുരളിമല. നെല്ലാണ് കരിമണ്ണിലെ പ്രധാന വിള. കരിമണ്ണിലെ പ്രധാന വിള എന്ന് പറയുന്നത് നെല്ലാണ്. ഇന്ത്യൻ ഉപദ്വീപിന്റെ തെക്കു പടിഞ്ഞാറ് ഭാഗത്താണ് കേരളം സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യൻ ഉപദ്വീപിന്റെ ഏത് ഭാഗത്താണ് കേരളം? തെക്കു പടിഞ്ഞാറ് ഭാഗത്ത്. തീരദേശ ദൈർഘ്യത്തിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളത്തിന്റെ സ്ഥാനം 5ാം സ്ഥാനമാണ്. തീരദേശ ദൈർഘ്യത്തിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളത്തിന്റെ സ്ഥാനം 5. കേരളത്തിലെ വാർഷിക ശരാശരി താപനില എത്രയാ? 25 മുതൽ 27.5 വരെ ഡിഗ്രി സെൽഷ്യസ് ആണ്. കേരളത്തിലെ വാർഷിക ശരാശരി താപനില എന്ന് പറയുന്നത് 25 മുതൽ 27.5 വരെ ഡിഗ്രി സെൽഷ്യസ് ആണ്. ഏറ്റവും കൂടുതൽ മണ്ണൊലിപ്പ് ഭീഷണി നേരിടുന്ന കേരളത്തിലെ ജില്ലയാണ് ഇടുക്കി. അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. അമ്ലത്വം കൂടുതലുള്ള മണ്ണിനമാണ് തീരദേശ എക്കൽ. തീരദേശ എക്കലിലാണ് അമ്ലത്വം കൂടുതലുള്ളത്. തെങ്ങ് കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണാണ് ഉപ്പുരസമുള്ള എക്കൽ മണ്ണ്. തെങ്ങ് കൃഷിക്ക് അനുയോജ്യമായ മണ്ണാണ് ഉപ്പുരസമുള്ള എക്കൽ മണ്ണ്. കേരളത്തിൽ കൂടുതലായി കാണപ്പെടുന്ന മണ്ണോ? ലാറ്ററൈറ്റ്. ലാറ്ററൈറ്റ് മണ്ണാണ് നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന മണ്ണ്. മറ്റു സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടാത്ത കേരളത്തിലെ ജില്ലകളാണ് ആലപ്പുഴ, കോട്ടയം, കോഴിക്കോട്. 3 ജില്ലകളാണുള്ളത്. മറ്റു സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടാത്ത കേരളത്തിലെ 3 ജില്ലകളാണ് ആലപ്പുഴ, കോട്ടയം, കോഴിക്കോട്. മറ്റു സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടാത്ത കേരളത്തിലെ ജില്ലകളാണ് ആലപ്പുഴ, കോട്ടയം, കോഴിക്കോട്.
ഭക്ഷ്യധാന്യങ്ങൾ, പച്ചക്കറികൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ തുടങ്ങിയവയുടെ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ ഭൂവിഭാഗമാണ് ഇടനാട്. ഭക്ഷ്യധാന്യങ്ങൾ, പച്ചക്കറികൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ തുടങ്ങിയവയുടെ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ ഭൂവിഭാഗമാണ് ഇടനാട്. കേരളത്തിൽ ചെമ്മണ്ണ് കാണപ്പെടുന്ന താലൂക്കുകളാണ് തിരുവനന്തപുരം, നെയ്യാറ്റിൻകര. കേരളത്തിൽ ചെമ്മണ്ണ് കാണപ്പെടുന്ന താലൂക്കുകളാണ് തിരുവനന്തപുരം, നെയ്യാറ്റിൻകര. കേരളത്തിൽ കാണപ്പെടുന്ന മണ്ണിനങ്ങളിൽ ഭൂരിഭാഗം പ്രദേശത്തും കാണപ്പെടുന്നത് ഏതാ? ലാറ്ററൈറ്റ് ആണ്. കേരളത്തിൽ കാണപ്പെടുന്ന മണ്ണിനങ്ങളിൽ ഭൂരിഭാഗവും ലാറ്ററൈറ്റ് മണ്ണാണ്. മുൻപ് പഠിച്ചിട്ടുണ്ടായിരുന്നു, കേരളത്തിൽ കൂടുതലായി കാണപ്പെടുന്ന മണ്ണ് ലാറ്ററൈറ്റ് മണ്ണ്. അപ്പർ കുട്ടനാട് പ്രദേശത്ത് കാണപ്പെടുന്ന മണ്ണിനമാണ് കരപ്പാട് മണ്ണിനം. അപ്പർ കുട്ടനാട് പ്രദേശത്ത് കരപ്പാട് മണ്ണിനമാണ് കാണപ്പെടുന്നത്. കേരളത്തിൽ കരിമണ്ണ് കാണപ്പെടുന്ന ജില്ലകൾ ഏതൊക്കെയാ? ആലപ്പുഴ, കോട്ടയം. കേരളത്തിൽ കരിമണ്ണ് കാണപ്പെടുന്ന ജില്ലകൾ ഏതൊക്കെയാന്ന് ചോദിക്കുകയാണെങ്കിൽ ആലപ്പുഴ, കോട്ടയം. കേരളത്തിൽ ഏറ്റവും വ്യാപകമായ പ്രകൃതി ദുരന്തം ഏതാ? ഉരുൾപൊട്ടൽ. കേരളത്തിൽ ഏറ്റവും വ്യാപകമായ പ്രകൃതി ദുരന്തമാണ് ഉരുൾപൊട്ടൽ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് കായാന്തരിത ശിലകളാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് ഏതുതരം ശിലകളാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഉത്തരം കായാന്തരിത ശിലകൾ. കേരളത്തിന്റെ ആകെ വിസ്തൃതിയുടെ 41.76% ഇടനാട്. കേരളത്തിന്റെ ആകെ വിസ്തൃതിയുടെ എത്ര ശതമാനമാണ് ഇടനാട്? 41.76. റബ്ബർ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ ഭൂവിഭാഗമാണ് ഇടനാട്. റബ്ബർ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ ഭൂവിഭാഗമാണ് ഇടനാട്. അടുത്തത് നമുക്ക് കേരളത്തിലെ മലകളെ കുറിച്ച് പഠിക്കാം. സഹ്യാദ്രി എന്ന പേരിലും അറിയപ്പെടുന്നത് പശ്ചിമഘട്ടമാണ്. പശ്ചിമഘട്ടം മറ്റൊരു പേരിൽ അറിയപ്പെടുന്നു സഹ്യാദ്രി. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടിയായ മീശപ്പുലിമല ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഇടുക്കി. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടിയാണ് മീശപ്പുലിമല എന്ന് പറഞ്ഞു. അതിന്റെ ഉയരം 8661 മീറ്റർ ആണ്. അത് സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ്. ആനമുടിയുടെ ഉയരോ 2695 മീറ്റർ. അടി ചോദിക്കുകയാണെങ്കിൽ 8841 അടി. ആനമുടിയുടെ വടക്ക് കിഴക്ക് സ്ഥിതി ചെയ്യുന്ന മലനിര പളനിമലയാണ്. ആനമുടിയുടെ വടക്ക് കിഴക്ക് സ്ഥിതി ചെയ്യുന്ന മലനിര ഏത് എന്ന് ചോദിക്കുകയാണെങ്കിൽ പളനിമല. പുരളിമല ഏത് മലനിരകളുടെ ഭാഗമാണ്? ബ്രഹ്മഗിരി. ബ്രഹ്മഗിരി എന്ന് പറയുന്ന മലനിരയുടെ ഭാഗമാണ് പുരളിമല. മലയോര സുഖവാസ കേന്ദ്രമായ പൊന്മുടി തിരുവനന്തപുരം ജില്ലയിലാണ്. മലയോര സുഖവാസ കേന്ദ്രമായ പൊന്മുടി ഏത് ജില്ലയിലാ? തിരുവനന്തപുരം ജില്ലയിൽ. പശ്ചിമഘട്ടത്തിന്റെ തെക്കേ അറ്റത്തെ കൊടുമുടിയാണ് അഗസ്ത്യാർകൂടം. പശ്ചിമഘട്ടത്തിന്റെ തെക്കേ അറ്റത്തെ കൊടുമുടിയാണ് അഗസ്ത്യാർകൂടം. അതിന്റെ ഉയരം 1869 മീറ്റർ. അഗസ്ത്യാർകൂടം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? തിരുവനന്തപുരം ജില്ല. പഞ്ചായത്ത് ചോദിക്കുകയാണെങ്കിൽ കുറ്റിച്ചൽ പഞ്ചായത്ത്. അമ്പുകുത്തിമല ഏത് ജില്ലയിലാണ്? വയനാട് ജില്ലയിൽ. അമ്പുകുത്തിമല വയനാട് ജില്ലയിലാണ്. പൈതൽമല എന്ന വിനോദസഞ്ചാര കേന്ദ്രം കണ്ണൂർ ജില്ലയിലാണ്. പൈതൽമല കണ്ണൂർ ജില്ലയിലാണ്. പൈതൽമല എന്ന വിനോദസഞ്ചാര കേന്ദ്രം കണ്ണൂർ ജില്ലയിലാണ് ഉള്ളത്. ബാണാസുരമല ഏത് ജില്ലയിലാണ്? വയനാട് ജില്ല. വയനാട് ജില്ലയിലാണ് ബാണാസുരമല ഉള്ളത്. ബ്രഹ്മഗിരി വയനാട് ജില്ലയിലാണ് ഉള്ളത്. വയനാട് ജില്ലയിലുള്ളത് ബാണാസുരമല, ബ്രഹ്മഗിരി. ഇത് രണ്ടും വയനാട് ജില്ലയിലാണ് ഉള്ളത്. മലയോര സുഖവാസ കേന്ദ്രമായ വാഗമണ്ണ് ഏത് ജില്ലയിലാ? ഇടുക്കി ജില്ലയിൽ. മലയോര സുഖവാസ കേന്ദ്രമായ വാഗമണ്ണ്. വാഗമണ്ണ് ആർക്കും അറിയാത്തതായിരിക്കില്ല അല്ലെ? എല്ലാവർക്കും അറിയാം. അത് സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ്. ഇല്ലിക്കൽ കല്ല് കോട്ടയം ജില്ലയിലാണ്. ഏഴിമല കണ്ണൂർ ജില്ലയിൽ. ഇല്ലിക്കൽ കല്ല് കോട്ടയം ജില്ലയിലും ഏഴിമല കണ്ണൂർ ജില്ലയിലുമാണ്. പഴശ്ശി സമരങ്ങളുടെ വേദിയായിരുന്ന പുരളിമല കണ്ണൂർ ജില്ലയിലാണ് ഉള്ളത്. പഴശ്ശി സമരങ്ങളുടെ വേദിയായിരുന്ന പുരളിമല കണ്ണൂർ ജില്ലയിലാണ്. കോട്ടഞ്ചേരി മലകളോ? കാസർഗോഡ്. നെല്ലിയാമ്പതി മലകൾ
പാലക്കാട്. കോട്ടഞ്ചേരി മലകൾ കാസർഗോഡ് ജില്ലയിലും നെല്ലിയാമ്പതി മലകൾ പാലക്കാട് ജില്ലയിലുമാണ് ഉള്ളത്. മലബാർ കലാപകാലത്ത് കലാപകാരികളുടെ ഒളിത്താവളമായിരുന്ന പന്തല്ലൂർ മല. പന്തല്ലൂർ മല ഏത് ജില്ലയിലാ? മലപ്പുറം ജില്ലയിൽ. മലബാർ കലാപകാലത്ത് കലാപകാരികളുടെ ഒളിത്താവളമായിരുന്ന പന്തല്ലൂർ മല മലപ്പുറം ജില്ലയിലാണ് ഉള്ളത്. അടുത്തതായി കേരളത്തിലെ പ്രധാനപ്പെട്ട ചുരങ്ങളെ കുറിച്ച് പഠിക്കാം. പാലക്കാട് ചുരത്തിലൂടെ കടന്നുപോകുന്ന ദേശീയ പാതയാണ് NH 544. പാലക്കാട് ചുരത്തിലൂടെ കടന്നുപോകുന്ന ദേശീയ പാത NH 544. പേരമ്പാടി ചുരം ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് കണ്ണൂരിനെയും കൂർഗിനെയും. കണ്ണൂരിനെയും കൂർഗിനെയും ബന്ധിപ്പിക്കുന്ന ചുരമാണ് പേരമ്പാടി ചുരം. വയനാടിനെയും കണ്ണൂരിനെയും ബന്ധിപ്പിക്കുന്ന ചുരം ഏതാന്ന് ചോദിച്ചാൽ പാൽച്ചുരം. പാൽച്ചുരമാണ് വയനാടിനെയും കണ്ണൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത്. പേരിയ ചുരം ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാ? മാനന്തവാടിനെയും മൈസൂരിനെയും. മാനന്തവാടിയെയും മൈസൂരിനെയും ബന്ധിപ്പിക്കുന്ന ചുരമാണ് പേരിയ ചുരം. നിലമ്പൂരിനെയും ഗൂഡല്ലൂരിനെയും ബന്ധിപ്പിക്കുന്ന ചുരം ഏതാ? നാടുകാണി ചുരം. നാടുകാണി ചുരമാണ് നിലമ്പൂരിനെയും ഗൂഡല്ലൂരിനെയും ബന്ധിപ്പിക്കുന്ന ചുരം. നാടുകാണി ചുരം മലപ്പുറം ജില്ലയിലാണുള്ളത്. നാടുകാണി ചുരം ഏത് ജില്ലയിലാണ്? മലപ്പുറം ജില്ലയിൽ. കേരളത്തെയും നീലഗിരി ജില്ലയെയും ബന്ധിപ്പിക്കുന്ന ചുരമാണ് കർക്കൂർ ചുരം. കേരളത്തെയും നീലഗിരി ജില്ലയെയും ബന്ധിപ്പിക്കുന്ന ചുരം ഏതാ? കർക്കൂർ ചുരം. താമരശ്ശേരി ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ പാതയാണ് NH 766. താമരശ്ശേരി ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ പാതയാണ് NH 766. വയനാടിനെ കോഴിക്കോടുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് താമരശ്ശേരി ചുരം. വയനാടിനെ കോഴിക്കോടുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് താമരശ്ശേരി ചുരം. താമരശ്ശേരി ചുരം വേറൊരു പേരിലും അറിയപ്പെടുന്നു. ഏതാ? വയനാട് ചുരം. വയനാട് ചുരം എന്ന പേരിലും താമരശ്ശേരി ചുരം അറിയപ്പെടുന്നുണ്ട്. ആര്യങ്കാവ് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാതയാണ് NH 744. ആര്യങ്കാവ് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഏതാ? NH 744. പാലക്കാട് ചുരം കേരളത്തെ തമിഴ്നാട്ടിലെ ഏത് ജില്ലയുമായിട്ടാണ് യോജിപ്പിക്കുന്നത്? കോയമ്പത്തൂർ ജില്ലയായിട്ട്. പാലക്കാട് ചുരം കേരളത്തെ തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ എന്ന ജില്ലയുമായിട്ടാണ് യോജിപ്പിക്കുന്നത്. പാലക്കാടിനെയും കോയമ്പത്തൂരിനെയും ബന്ധിപ്പിക്കുന്ന ചുരം അപ്പൊ ഏതാ? പാലക്കാട് ചുരം. പാലക്കാടിനെയും കോയമ്പത്തൂരിനെയും ബന്ധിപ്പിക്കുന്ന ചുരമാണ് പാലക്കാട് ചുരം. കേരളത്തിൽ സഹ്യന് കുറുകെയുള്ള ഏറ്റവും വലിയ ചുരമാണ് പാലക്കാട് ചുരം. കേരളത്തിൽ സഹ്യന് കുറുകെയുള്ള ഏറ്റവും വലിയ ചുരമാണ് പാലക്കാട് ചുരം. തൊടുപുഴയെയും തേനിയെയും ബന്ധിപ്പിക്കുന്ന ചുരം ഏതാ? കമ്പം ചുരം. തൊടുപുഴയെയും തേനിയെയും ബന്ധിപ്പിക്കുന്ന ചുരമാണ് കമ്പം ചുരം. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ മലമ്പാത ഏതാ? പാലക്കാട് ചുരം. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ മലമ്പാതയാണ് പാലക്കാട് ചുരം. പാലക്കാട് ചുരത്തിന്റെ ശരാശരി വീതി എന്ന് പറയുന്നത് 40 കിലോമീറ്റർ ആണ്. പാലക്കാട് ചുരത്തിന്റെ ശരാശരി വീതി 40 കിലോമീറ്റർ ആണ്. ദക്ഷിണേന്ത്യയിലെ കാലാവസ്ഥ നിർണ്ണയിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്ന ചുരം പാലക്കാട് ചുരമാണ്. ദക്ഷിണേന്ത്യയിലെ കാലാവസ്ഥ നിർണ്ണയിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നത് പാലക്കാട് ചുരമാണ്. ബോഡിനായ്ക്കന്നൂർ ചുരത്തിലൂടെ കടന്നുപോകുന്ന ദേശീയപാതയാണ് NH 85. ബോഡിനായ്ക്കന്നൂർ ചുരത്തിലൂടെ കടന്നുപോകുന്ന ദേശീയപാതയാണ് NH 85. കൊല്ലം ചെങ്കോട്ട റെയിൽപാത കടന്നുപോകുന്ന ചുരമാണ് ആര്യങ്കാവ് ചുരം. കൊല്ലം ചെങ്കോട്ട റെയിൽപാത കടന്നുപോകുന്ന ചുരമാണ് ആര്യങ്കാവ് ചുരം. ബോഡിനായ്ക്കന്നൂർ ചുരം ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് ഇടുക്കിയെയും മധുരയെയും. ഇടുക്കിയെയും മധുരയെയും ബന്ധിപ്പിക്കുന്ന ചുരമാണ് ബോഡിനായ്ക്കന്നൂർ ചുരം. ആര്യങ്കാവ് ചുരം ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാ? പുനലൂരിനെയും ചെങ്കോട്ടയെയും. പുനലൂരിനെയും ചെങ്കോട്ടയെയും ബന്ധിപ്പിക്കുന്ന ചുരമാണ് ആര്യങ്കാവ് ചുരം. പഴയ തിരുവിതാംകൂറിനെയും മദ്രാസ് പ്രവിശ്യയെയും ബന്ധിപ്പിക്കുന്ന ചുരം ഏതാ? ആലുവാമൂഴി. പഴയ തിരുവിതാംകൂറിനെയും മദ്രാസ് പ്രവിശ്യയെയും ബന്ധിപ്പിക്കുന്ന ചുരമാണ് ആലുവാമൂഴി. കേരള ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പോയിന്റുകളാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. ഇതിന്റെ തുടർച്ചയായ കേരളത്തിലെ നദികൾ എന്ന ഭാഗം അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. താങ്ക് യു.